വെൽക്കം ടു വൺ സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറിയുടെ മോഡ്യൂൾ 2 ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡ്യൂൾ 1 നമ്മൾ ഓൾറെഡി നോക്കി. ഇനി മോഡ്യൂൾ 2 എന്ന് പറയുമ്പോഴേക്കും എന്താ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആൻഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നല്ല ക്രാഫ്റ്റഡ് ആയിട്ട് അതിൻ്റെ തിയറിയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല ട്രിക്സും കാര്യങ്ങളും അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക നിങ്ങൾ. അതിനിപ്പോൾ തന്നെ നമുക്ക് മോഡ്യൂൾ 2 എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് എന്താ അതിൻ്റെ സിലബസ് നോക്കുമ്പോൾ എന്താ ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സിലെ ഫ്ലൂയിഡ് മോഷൻ്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്, ടൈപ്സ് ഓഫ് ഫ്ലോസ്. പിന്നെ മെറ്റീരിയൽ ഡെറിവേറ്റീവ്, സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ, ടൈപ്പ് ഓഫ് ഫ്ലോ ലൈൻസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ട്രീം ഫംഗ്ഷനും വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷനും. ഓക്കെ, അതേപോലെ തന്നെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് വരുമ്പോൾ നമ്മുടെ വമ്പൻ സാധനമാണ് എന്ത് ബെർണോളിസ് ഇക്വേഷൻ, അതേപോലെ തന്നെ ഓളേഴ്സ് ഇക്വേഷൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണക്ട് ചെയ്തൊരു പ്രോബ്ലം നിങ്ങൾ ഉറപ്പിച്ചിട്ടോ അത് വരും. പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇതിലിപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞും പറഞ്ഞൊക്കെയാണ് വന്നത്. ഓർഫേസ്, വെഞ്ചറിമീറ്റർ കാര്യങ്ങളൊക്കെയാണ് അതിൽ തന്നെ. ലാസ്റ്റ് ഒരു റെക്ടാങ്കുലർ ട്രയാങ്കുലർ നോച്ചാണ്. പ്രോബ്ലംസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തിയറി ഒന്ന് ബ്രീഫായിട്ട് നോക്കിപ്പോക്കോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. സോ ഇതിൽ നോക്കുമ്പോൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മോഷനിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. പക്ഷേ ഫോഴ്സസ് കോസിങ് ദാറ്റ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ടൈപ്സ് ഓഫ് ഫ്ലോസ്, സ്റ്റഡി, അൺസ്റ്റഡി, യൂണിഫോം, നോൺ യൂണിഫോം, ലാമിനാർ, ടർബുലൻറ്റ്, റൊട്ടേഷണൽ, ഇറൊട്ടേഷണൽ, കംപ്രസബിൾ, ഇൻകംപ്രസബിൾ, അത് നല്ലപോലെ നോക്കിക്കോ. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോ ഫീൽഡ് ആവാം, വിത്ത് എക്സാമ്പിൾ ആവാം, ഇല്ല ഏതെങ്കിലും രണ്ടെണ്ണം ആവാം. പിന്നെ വരുന്ന കേസാണ് എന്ത് മെറ്റീരിയൽ ഡെറിവേറ്റീവ്, ഡിഫൈൻ ആൻഡ് ഡെറൈവ് ഡെറിവേറ്റീവ്, ആക്സലറേഷൻ കമ്പോണൻസിൻ്റെ ഒക്കെ വരുന്നത്. പിന്നെ സ്ട്രീം ലൈൻ, സ്ട്രീക്ക് ലൈൻ, പാത്ത് ലൈൻ, അത് ബേസ് ചെയ്തിട്ടുള്ള ഇതൊക്കെ നമുക്ക് എന്താ മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ നേരത്തെ പറഞ്ഞാണ്. പിന്നെ സ്ട്രീം ഫംഗ്ഷനും വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, ഫൈയും സൈയും അത് ബേസ് ചെയ്തിട്ട് വരുന്ന. പിന്നെ ഫ്ലോ നെറ്റ്, കോമ്പിനേഷൻ ഓഫ് സ്ട്രീം ലൈൻ ഇക്വിപൊട്ടൻഷ്യൽ ലൈനാണ്. ഇതിൻ്റെ കേസിൽ കോഷീസ് റൈമാൻ റിലേഷൻ, രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് എന്ത് കോഷീസ് റൈമാൻ റിലേഷൻ. അതൊക്കെയാണ് ആ സെക്ഷനിൽ വരുന്നത്. ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ് നമ്മൾ നോക്കാൻ നേരത്ത് അതിൽ നമുക്ക് പഠിക്കാനുള്ള ഇത്രയും കേസ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഞാൻ ഓരോന്ന് എടുത്ത് പറഞ്ഞതല്ല, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഈ സെഷനിൽ പറഞ്ഞാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി ഡൈനാമിക്സ് വരാൻ നേരത്തെ അവിടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1 V1 = A2 V2 ജനറൽ ഫോം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓളേഴ്സ് ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ നോക്കുക. dP/ρ + GdZ + VdV = 0. അതിൽ നിന്ന് ബെർണോളിസ് P/ρg + V1² + Z1 = ബെർണോളിസ് കണക്ട് ചെയ്ത് പോകണം. അതിൻ്റെ അസംഷൻസ്, ലിമിറ്റേഷൻസ് അതൊക്കെ നോക്കട്ടോ. ഐഡിയലാണ്, ഇൻകംപ്രസിബിൾ ആണ്, സ്റ്റഡി ആണ്, അങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ വെഞ്ചറിമീറ്റർ, ഓർഫേസ്, പിറ്റോട്ട്, മൂന്നെണ്ണം ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ആണ്. നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ, വെലോസിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യേണ്ട. അതിൻ്റെ ഫോർമുല റിലേഷൻ നോക്കുക. CD A1 A2 √2gh/A1² - A2². ഓർഫേസ് ആകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ടെസ്റ്റിൽ A0 A1 അല്ലെ A1 A0 എന്നൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഏതായാലും നിങ്ങൾ പഠിച്ച റിലേഷൻ തന്നെ നോക്കുക. ഞാൻ ഇവിടെ സ്നിപ്പ് ചെയ്ത് പ്ലേസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനോട് സിമിലർ റിലേഷൻ ആണ്. ഒന്ന് ഓർഫേസ്, മറ്റേ വെഞ്ചറിയിൽ പൈപ്പും ത്രോട്ടും ആണ്. ഇതിൽ പൈപ്പും ആ ഓർഫേസും ആണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആട്ടോ. വെഞ്ചറി മീറ്റർ, ഓർഫേസ് മീറ്റർ, പിറ്റോട്ടിൻ്റെ ചിലപ്പോൾ ഡയറക്റ്റ് ഇതിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ഡയഗ്രാം വരക്കുക, അതനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയഗ്രാം. പിന്നെ പിറ്റോ ട്യൂബ് V = √2gh, അതേപോലെ തന്നെ നോച്ചസ്, ട്രയാങ്കിൾ. അതിൻ്റെ ബേസിക് കാര്യം, ഒരുപാട് ന്യൂമറിക്കൽസിലേക്ക് പോകണ്ട. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, അതിൻ്റെ റിലേഷനും ജസ്റ്റ് എന്താ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ബെർണോളിസ് ഇക്വേഷൻ, ഡെറൈവ് ഫ്രം ഓളേഴ്സ്, പിന്നെ സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ, മൂന്നെണ്ണം തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പിന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, പിന്നെ മെറ്റീരിയൽ ഡെറിവേറ്റീവ്, വെലോസിറ്റി, ആക്സലറേഷൻ ബേസ് ചെയ്തിട്ട്. പിന്നെ വെഞ്ചറി, പിറ്റോട്ടിൻ്റെ കേസിലുള്ള റിലേഷൻ, സ്ട്രീം ഫംഗ്ഷൻ, വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, അസംഷനും ലിമിറ്റേഷനും, ബെർണോളിസ്. അപ്പോൾ എടുത്തു നോക്കിയാൽ കാണാം ബെർണോളിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് ടൈപ്സ് ഓഫ് ഫ്ലോ ലൈൻസും അതേപോലെ തന്നെ ഫ്ലൂയിഡ് ഫ്ലോസും. സോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഇതിൽ നിന്ന് ചോദിക്കാൻ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് 3 dimensional ഇൻകംപ്രസിബിൾ ഫ്ലോ ഹാസ് എ വെലോസിറ്റി കമ്പോണന്റ് U = AX, V = BY, W = CZ + F of t. Find the relationship among the constant ABC required by the continuity incompressibility. If A = 1, second inverse B = 0.5,
ഫൈൻ സി. സോ ഇതിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ സെറ്റ് ഈക്വൽ ടു 0. സ്റ്റഡി ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലോവിന് വിത്ത് 3 ഡയമെൻഷൻ ഫ്ലോവിന്. അപ്പോൾ യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡബ്ല്യു ബേസ് ചെയ്തിട്ട് ബാക്കി അൺനോൺ ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള കേസാണ് വന്നത്. അപ്പോൾ ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അതിൽ ഡോ യു ബൈ ഡോ എക്സ് യു അറിയാം, സോ അതിൽ നിന്ന് എ കിട്ടും. സിമിലർലി എന്താ ഡോ ബി ബൈ ഡോ വൈ ബി കിട്ടും. ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ് എന്ന് പറയുന്നത് എന്താ സി കിട്ടും. അതുകൊണ്ട് പുട്ട് ചെയ്യുന്നത് എന്താ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 വരും. സി എന്ന് പറയാൻ നേരത്തെ എന്താ മൈനസ് ഓഫ് എ പ്ലസ് ബി വരും. ഇനി എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ -0.5 ആകുമ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താ -0.5 കിട്ടും. സോ ആൻസർ സി എന്ന് പറഞ്ഞാൽ എന്താ -0.5 കിട്ടും. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ കാണിച്ചെന്നുള്ളൂ. ഈ ഒരു ടൈപ്പ് പല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് തന്നെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഗിവൺ എ 2-dimensional incompressible flow with stream functions I x, y equal to 3x² y minus y cube. Find the velocity component u and v. Write equation of streamline passing through point 1, 1. അപ്പോൾ സ്ട്രീം ഫംഗ്ഷൻസ് ആയി തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം യുവും വിയും കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ഡോസ് ഐ ബൈ അതിൻ്റെ റൈറ്റ് ആംഗിൾ ബേസ് ചെയ്തിട്ട് ഡോ വൈ ഇല്ലെങ്കിൽ ഡോസ് ഐ ബൈ ഡോ എക്സ് ചെയ്യണം. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ നെഗറ്റീവ് ഡിഫറൻഷ്യൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ യു വി ഡോസ് ഐ ബൈ ഡോ വൈ വി ഈക്വൽ ടു മൈനസ് ഡോസ് ഐ ബൈ ഡോ എക്സ്. അപ്പോൾ സൈ ഇക്വേറ്റ് ചെയ്യുക, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് യുവും വിയും കിട്ടും. 3x² - 3y² യുവും വി എന്ന് പറഞ്ഞാൽ -6xy കിട്ടും. അപ്പോൾ യു കിട്ടും വി കിട്ടും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് വെലോസിറ്റി കമ്പോണൻ്റ്. ഇനി രണ്ടാമത്തെയാണ് എന്ത്, ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ പാസിംഗ് ത്രൂ പോയിന്റ് 1, 1. അപ്പോൾ സ്ട്രീം ലൈൻസ് ആർ കോണ്ടേഴ്സ് വിത്ത് കോൺസ്റ്റന്റ് സൈ ആണ്. സൈ അറ്റ് 1, 1 നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3x² - 3y² വി നമുക്ക് കിട്ടി. ഇനി നമ്മൾ സൈഡ് കമ്പോണന്റ് ഓൾറെഡി ചെയ്യും 3x² y - y ക്യൂബിൽ എക്സിനും വൈനും വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ സൈഡ് എന്ന് പറയാൻ നേരത്ത് എന്താ 2 കിട്ടും. സോ 3x² y - y ക്യൂബ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് സൈഡ് വാല്യൂ നമ്മൾ എന്താ 2 ഇക്വേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ എന്ത് ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ വന്നത് പോയിന്റ് 1, 1. അപ്പോൾ ഫസ്റ്റ് ആൻസറും സെക്കൻഡ് ആൻസർ കിട്ടും. പിന്നെ ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ വിത്ത് റെസ്പെക്ട് ടു എന്താ സ്ട്രീം ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് എടുക്കേണ്ടത് dx/u ഈക്വൽ ടു dy/v ഈക്വൽ ടു അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്താ സോൾവ് ചെയ്ത് എടുക്കാവുന്ന. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്, വാട്ടർ ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ടാപ്പ് and falls vertically downwards. At a tap opening, the stream diameter is 20 mm with uniform velocity 2 meter per second. Acceleration due to gravity is 9. Assume steady inviscid flow, constant atmospheric pressure everywhere, and neglecting curvature and surface tension effect, the diameter in millimeter of the stream 0.5 meter below the tap is approximately. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബെർണോളിസ് ഇക്വേഷനും കണ്ടിന്യൂറ്റി ഇക്വേഷനും ഈ കോമ്പിനേഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന. a1 v1 ഈക്വൽ ടു a2 v2. അതേപോലെ തന്നെ എന്താ p1/ρg പ്ലസ് v1² 2g പ്ലസ് z1 ഈക്വൽ ടു p2/ρg പ്ലസ് v2² 2g പ്ലസ് z2. ഈ ഒരു റിലേഷൻ കണക്ട് ചെയ്തിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ഒരു പൈപ്പ് ഉണ്ട്, അതിൽ നിന്ന് എന്താണ് വെള്ളം താഴത്തേക്ക് വരുന്നു അല്ലേ, ഇതിൽ നിന്ന് അപ്പോൾ വാട്ടർ എന്താ താഴത്തേക്ക് ഡിസ്പെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റ് ഒരു 1, 2 ഈ 2 കേസ് നമുക്ക് എന്താ കൺസിഡർ ചെയ്യാം. സ്ട്രീം ഓഫ് ഡയമീറ്റർ ഈസ് എന്താ 20 mm ആണ് ഇനീഷ്യലി. സോ ഇവിടുത്തെ d1 തന്നിട്ടുണ്ട് വിത്ത് യൂണിഫോം വെലോസിറ്റി v1 തന്നിട്ടുണ്ട്. അസ്യൂമിങ് സ്റ്റഡി ഇൻവിസിഡ് ഫ്ലോ ആണ്, കോൺസ്റ്റന്റ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്, ഡയമീറ്റർ d2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ a1 v1 ഈക്വൽ ടു a2 v2. d2 നമുക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ എന്താ സോറി നമ്മളോട് പറഞ്ഞത് ഡയമീറ്റർ ഇൻ മില്ലിമീറ്റർ ഓഫ് ദി സ്ട്രീം 0.5 മീറ്റർ ആ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു ഇത് തന്നിട്ടുണ്ട്, ഇസെറ്റ് തന്നിട്ടുണ്ട് 0.5 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. സോ ഇനീഷ്യലി ബെർണോളിസ് ഇക്വേഷനിൽ എടുക്കുക. അതിൽ നമുക്ക് p1ഉം p2ഉം സെയിം ആയിട്ട് അറ്റ്മോസ്ഫിയർ തന്നെ. സോ 0, 0 വരും. v1ഉം v2 ഉണ്ട്. അതിൽ നമുക്ക് അറിയാവുന്ന എന്താണ് v1 ആണ്, v2 അറിഞ്ഞുകൂടാ. അപ്പോൾ v2ന് നമുക്ക് എന്താണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കി അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് z1 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്താ v2 കിട്ടും. v2യുടെ വാല്യൂ 3.7 വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, a1 v1 ഈക്വൽ ടു a2 v2. a2 അവിടെയാണല്ലോ ഡയമീറ്റർ വരുന്നത്.
സോ അവിടെ നിന്ന് നമുക്ക് എന്താ ഡയമീറ്റർ കിട്ടും. പക്ക സിമ്പിളാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പറിച്ചും വരും. ചിലപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാനാവാം, ചിലപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാനാവാം, ചിലപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാനാവാം. എങ്ങനെയാണെങ്കിലും ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് കൊണ്ട് നിങ്ങൾ നോക്കുന്നത് എല്ലാം ഗുഡായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? ആൻ ഓറിഫൈസ് മീറ്റർ വിത്ത് ഓറിഫൈസ് ഡയമീറ്റർ 15 cm ഈസ് ഇൻസേർട്ടഡ് ഇൻ എ പൈപ്പ് ഓഫ് 30 cm diameter. The pressure difference measured by mercury oil differential manometer on the two sides of the orifice meter gives a reading of 50 cm of mercury. Find the rate of flow of oil of specific gravity 0.9 when the efficiency of discharge of the orifice meter is 0.64. Orifice diameter 15 ആണ്, ഒരു പൈപ്പിൽ 30 cm ഡയമീറ്റർ. അപ്പോൾ D1 D2 നമുക്ക് തന്നിട്ടുണ്ട്. പ്രഷർ ഡിഫറൻസ് മെർക്കുറി ഓയിൽ ടു സൈഡ് തന്നിട്ടുണ്ട് 50 cm. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റിലേഷൻ ബേസ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. Q എന്ന് പറഞ്ഞാൽ CD A0A1 റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH ആണ്. അപ്പോൾ നമുക്ക് തന്നേക്കണ H ആണോ X ആണോ എന്ന് നോക്കാം. ഈ കേസിൽ നമുക്ക് തന്നേക്കണ X ആണ്, 50 cm ഓഫ് മെർക്കുറി ആണ്. അപ്പോൾ രണ്ട് റിലേഷൻ ഉണ്ട് ഇവിടെ. ഓയിൽ മെർക്കുറി പ്രഷർ ഡിഫറൻസ് മെഷേർഡ് ബൈ മെർക്കുറി ഓയിൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അകത്ത് എന്താണ്? ഓറിഫൈസ് മീറ്റർ ആണ്, 50 cm മെർക്കുറി. എഫിഷ്യൻസി ഓഫ് എന്താവുക പറഞ്ഞേക്കണം. അപ്പോൾ രണ്ട് ഫ്ലൂയിഡ് വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ 0.9 ആണ് റേറ്റ് ഓഫ് ഫ്ലോ വന്നത്. മെർക്കുറി നമ്മുടെ മാനോമീറ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ മാനോമീറ്ററിലുള്ള ഫ്ലൂയിഡാണ് ഹെവിയർ വന്നേക്കുന്നത്. സോ ഡെൻസിറ്റി എക്സ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് മാനോമീറ്റർ ബൈ ഡെൻസിറ്റി ഓഫ് പൈപ്പ് -1 ആ റിലേഷനാണ് വന്നത്. അപ്പോൾ 13,600 ബൈ 900 അങ്ങനെ എഴുതാം ഇൻറ്റു 50. സോ അവിടെ നിന്ന് നമുക്ക് H കിട്ടും 705.5 cm ഓഫ് ഓയിൽ. CD 0.64 ഓറിഫൈസ് മീറ്ററിന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A1 A2 ഡയമീറ്റർ ഉണ്ട് അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് സോൾവ് ചെയ്ത ഫൈനൽ ആൻസർ എന്താ? 137.41 ലിറ്റേഴ്സ് അല്ലെ സെൻറ്റിമീറ്റേഴ്സ് ക്യൂബിലാണെങ്കിൽ ഈ രീതിയിൽ വരും. ഡയറക്റ്റ് റിലേഷൻ. ഇവിടെ മിസ്റ്റേക്ക് വന്നത് H ആണോ X ആണോ എന്ന് നോക്കി. ഇൻ ടേംസ് ഓഫ് ഒരു ഫ്ലൂയിഡ് വരുമ്പോഴോ അതിനനുസരിച്ച് എന്താ H കണ്ടുപിടിക്കുക, എന്നിട്ട് ഹെഡിൻ്റെ ടേംസിൽ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി ഏറ്റവും റിപ്പീറ്റഡും ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ബെർണോളിസ് ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ ഞാൻ പിന്നെ എടുക്കാനില്ല. അത് നിങ്ങൾ നല്ലപോലെ പഠിക്കുക. അതേപോലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ കേസും അതും നല്ലപോലെ നോക്കേണ്ടതാണ്. ഇനി മെഷറിംഗ് ഡിവൈസസ് അതൊക്കെ പിന്നെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ്. വെഞ്ചറി മീറ്റർ എന്താണ്, അതിൻ്റെ കേസുകൾ, ഓറിഫൈസ് മീറ്ററിൻ്റെ സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ, അതിൻ്റെ സ്കെച്ച് ബേസ് ചെയ്തിട്ട് 3ൻ്റെയും ഡയഗ്രം കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വെലോസിറ്റി, പൊട്ടൻഷ്യൽ ഫംഗ്ഷനും സ്ട്രീം ഫംഗ്ഷനും. സൈൻ്റെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് അതേപോലെ നമുക്ക് വേണേൽ 5 എന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇല്ല സൈ എന്നിട്ട് 5 കണ്ടുപിടിക്കാനുള്ള കേസ് വരാം. പിന്നെ പിറ്റോ ട്യൂബ്, അതിൻ്റെ വെലോസിറ്റി കേസുകൾ, ടൈപ്സ് ഓഫ് ഫ്ലോസ്, സ്റ്റഡി അൺസ്റ്റഡി കാര്യങ്ങൾ. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ട്രിക്സ് കാര്യങ്ങൾ കൂടി പറയാം. ഇനി ബെർണോളിസ് ഇക്വേഷൻ എപ്പോഴും ക്വസ്റ്റ്യനിൽ വന്ന കാര്യമാണ്. അപ്പോൾ അതിൽ എപ്പോഴും ഓർത്തിരിക്കുക, ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. P ബൈ അല്ലെ P ഒന്നില്ലേ നമുക്ക് മറ്റേ രീതിയിൽ P/ρg പ്ലസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് Z1 ആ രീതിയിൽ യൂസ് ചെയ്യാം. ഇല്ല ഈ രീതിയിൽ പ്രഷർ വന്നുണ്ട്, പൊട്ടൻഷ്യൽ ഹൈറ്റ് വന്നുണ്ട്, കൈനറ്റിക് എനർജി വന്നുണ്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ്. P/ρg പ്ലസ് V സ്ക്വയർ ബൈ 2G പ്ലസ് Z ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ആ ഒരു ഇക്വേഷൻ എഴുതിയാൽ തന്നെ എവിടെയെങ്കിലും ഒരു മാർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ അസംഷൻ സ്റ്റഡി, ഇൻകംപ്രസിബിൾ, ഫ്രിക്ഷണൽ, സ്ട്രീം ലൈൻ, സിഫ. സ്റ്റഡി, ഇൻകംപ്രസിബിൾ, ഫ്രിക്ഷൻലെസ്, അലോങ് എ സ്ട്രീം ലൈൻ. അത് ഓർത്തിരിക്കുക. അതാണ് അതിൻ്റെ അസംഷൻ വന്നത്. ലിമിറ്റേഷനും അത് തന്നെയാണ്. സ്റ്റഡി ഫ്ലോവിന് മാത്രമേ പറ്റുള്ളൂ, ഇൻകംപ്രസിബിൾ ആയാലേ പറ്റുള്ളൂ, സ്ട്രീം ലൈൻ അക്രോസേ പറ്റുള്ളൂ. അതൊക്കെ തന്നെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ. ചിലപ്പോൾ ലിമിറ്റേഷൻ ഓഫ് ചോദിക്കും. അപ്പോൾ പിള്ളേർ ലിമിറ്റേഷനോ എന്നൊക്കെ ഡൗട്ട് അടിക്കേണ്ട. അസംഷൻ എടുത്താൽ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് തന്നെയാണ്. പിന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1 V1 = A2 V2. ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. ഒരു ടൂത്ത് പേസ്റ്റ് സ്ക്വീസ് ചെയ്യണ പോലെ അതിൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. പിന്നെ സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ സ്നാപ്ഷോട്ട് ഓഫ് ഫ്ലോ അറ്റ് 1 ഇൻസ്റ്റന്റ് ആണ് ഇത് സ്ട്രീം ലൈൻ. പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ പാത്ത് റൈസ് ബൈ 1 ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആണ്. നമ്മൾ വെള്ളം കപ്പിലെടുത്ത് വയ്ക്കാൻ നേരത്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ പോകുന്നത്. സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ പാർട്ടിക്കിൾ പാസ് ത്രൂ 1 പോയിന്റ് ലൈക്ക് എന്താ ചിമ്മിണി എന്ന് പറഞ്ഞാൽ സ്മോക്കൊക്കെ. സോ ഷോർട്ട് കട്ട് നമ്മൾ നോക്കുമ്പോൾ സ്ട്രീം എന്ന് പറഞ്ഞാൽ സ്റ്റിൽ പിക്ചറായിട്ട് നമുക്ക് ഒരു സ്നാപ്ഷോട്ട്. പാത്ത് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരാളുടെ ഒരു പേഴ്സണൽ ട്രിപ്പ് പാത്ത്. സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്മോക്കിൻ്റെ ട്രെയിൽ. അപ്പോൾ അത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. പിന്നെ മെറ്റീരിയൽ ഡെറിവേറ്റീവ് ആക്സലറേഷൻ A = dv/dt പ്ലസ് U × dv/x പ്ലസ് V × dv/a പ്ലസ് W × dv/z. ആക്സലറേഷൻ = ലോക്കൽ ആക്സലറേഷൻ പ്ലസ് കൺവെക്റ്റീവ് ആക്സലറേഷൻ. ആ രീതിയിൽ ടൈം ചേഞ്ചും സ്പേസിൻ്റെ ചേഞ്ചുമാണ് വന്നത്. മെഷർമെൻറ്റ് ഡിവൈസസിൽ പിറ്റോട്ട് വെഞ്ചറി ഓറിഫേസ് ആണ്.
വെലോസിറ്റി, ബാക്കി രണ്ട് ഡിസ്ചാർജ് ആണ്. V equal to root 2GH, V proportional to root H. ഇവിടെ ആ രീതിയിൽ തന്നെയാണ് വരുന്നത് ഓറിഫേസിൽ കോഎഫിഷ്യന്റ് നോക്കുമ്പോൾ. പിറ്റോട്ട് വെലോസിറ്റി, വെഞ്ചറി, വോളിയം ഫ്ലോ, ഓറിഫേസ്, ഡിസ്ചാർജ്, ആ രീതിയിൽ. പിന്നെ അതേപോലെ ടൈപ്സ് ഓഫ് ഫ്ലോ ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയും തിരിഞ്ഞും വന്ന കേസാണ് SULRIC, സൾറിക് എന്ന് വേണേൽ പറയാം. സ്റ്റഡി, അൺസ്റ്റഡി. സ്റ്റഡി ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും, അൺസ്റ്റഡി ചെയ്യില്ല. യൂണിഫോം സ്പേസിനെ ബേസ് ചെയ്തിട്ട്. ലാമിനാർ റെനോൾഡ്സ് നമ്പർ ബേസ് ചെയ്തിട്ട് ഓപ്പൺ ഉണ്ട്, പ്ലേറ്റിൽ കൂടെയുള്ള ഫ്ലോ ഉണ്ട്, പൈപ്പ് ഫ്ലോ ഉണ്ട്. പിന്നെ റൊട്ടേഷണൽ ആംഗുലർ വെലോസിറ്റി ബേസ് ചെയ്തിട്ട്, വോർട്ടിസിറ്റി ബേസ് ചെയ്തിട്ട്, ഇൻകംപ്രസിബിൾ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ട്, ഇത് ഫ്ലോട്ട് നമ്പർ ബേസ് ചെയ്തിട്ട് വന്നത്, ക്രിട്ടിക്കൽ, സൂപ്പർ ക്രിട്ടിക്കൽ. അതേപോലെ തന്നെ 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ ഫ്ലോ ഉണ്ട്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് 3 സ്പേസ് കോർഡിനേറ്റിനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്താ 3 ഡയമെൻഷനാണ് വേണ്ടത്. പിന്നെ അതേപോലെ 3ന്റെ ഫിഗർ, വെഞ്ചറി, പിറ്റോട്ട്, സ്ട്രീം ലൈൻ, അത് വിട്ടുപോകണ്ട, അതും നല്ലപോലെ സ്ട്രീം ലൈൻ വെച്ച് ക്രോസ് ചെയ്യില്ല, സോറി, വെഞ്ചറി, പിറ്റോട്ട്, അതേപോലെ തന്നെ ഓറിഫേസ് മീറ്റർ, 3ന്റെ ഫിഗേഴ്സും നോക്കിയിരിക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വന്നത് മോഡ്യൂൾ 2-ൽ. അപ്പോൾ ഒട്ടും വിട്ടുപോകാണ്ട് പഠിക്കേണ്ടത് ഉറപ്പായിട്ടുള്ളത് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ നോക്കുക, കണ്ടിന്യൂറ്റി നോക്കുക, ഈ വെഞ്ചറി ഓറിഫേസിൻ്റെ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്ലോ ലൈൻസും ഫ്ലൂയിഡ് ഫ്ലോസും. ഇനി ബെർണോളി ഇന്ന് ചുമ്മാ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റിയാലും അതിന് എന്തെങ്കിലും മാർക്ക് കിട്ടും. ബെർണോളി കണ്ടിന്യൂറ്റി കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.